ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എൻ്റെ മുഖത്തുണ്ടായ മാറ്റം, സോഫ്റ്റ്നെസ്, സ്മൂത്ത്, ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ നിങ്ങളുടെ ഫേസിലുണ്ടായ മാറ്റം. അപ്പോൾ നമുക്ക് പിങ്ക് ഫേഷ്യൽ ചാലഞ്ചിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് സാധാ സലൂണിലൊക്കെ ചെയ്യണ പോലത്തെ അതേപോലത്തെ ഫേഷ്യലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഒരു 3-4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഞാൻ ഇപ്പം അങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പം അതാ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. അപ്പം ഇതിൻ്റെ ജ്യൂസ് കുറേ ഇതിലേക്ക് വേണം കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇതിലേക്ക് വേണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ജ്യൂസ് എടുക്കാം. മൈ ഗോഡ്, ഉണ്ണി 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 നമ്മുടെ കയ്യിൽ നിന്ന് ചോര വന്നൂടാ. എങ്ങനെ ഷൂനിപ്പോ എന്താ ചെയ്യാം? ഓക്കെ, എങ്ങനെ ശരിയാക്കി തരും? കണ്ടോ ചോര ഒഴുകണ കണ്ടോ? എങ്ങനെ ശരിയാക്കി തരും? ഇതാ ഉണ്ണി ചോര വരുന്ന കണ്ടോ? ഇപ്പൊ എന്താ ചെയ്യാ? അപ്പതാ അത്യാവശ്യം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. കുറച്ച് ഗ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്ന് ആവശ്യത്തിനുള്ളത് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് ക്ലൻസിങ് ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട്. വളരെ കുറച്ചാട്ടോ എടുത്തിട്ടുള്ളൂ. ബീട്രൂട്ട് ജ്യൂസ് അതിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് ഒറ്റിക്കുന്നുണ്ട് കേട്ടോ. അലർജി ഉണ്ടെങ്കിൽ ലെമൺ യൂസ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാം കേട്ടോ. ലെമൺ ഇത്തിരി ഒറ്റിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ പിരികത്തിൽ മുടിയിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ലെമൺ ഒഴിച്ചതല്ല, അതുകൊണ്ട് കേട്ടോ. ലെമൺ പറ്റാത്തവരാണെന്ന് വെച്ചാൽ നമുക്ക് അലോവേറ യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ അലോവേറ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ലെമൺ യൂസ് ചെയ്യണത്. നമുക്കിത് ലിപ്പിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. മൊത്തത്തിലൊന്ന് പിങ്ക് മായി ആവട്ടെ. മൊത്തത്തിലൊരു പിങ്ക് മായി ആവട്ടെ. 5 മിനിറ്റിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് അതിൻ്റെ ഇത് വാഷ് ചെയ്യട്ടെ. ഇതുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളർ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലിപ്സൊക്കെ നല്ല പിങ്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സ്റ്റെപ്പിനായിട്ട് നമുക്ക് ഇത്തിരി അരിപ്പൊടി, തൈര് ഒഴിക്കുന്നുണ്ട്, പിന്നെ ബീട്രൂട്ട് ജ്യൂസ് കേട്ടോ.
സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇനി അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അരിപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല നമ്മളുടെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ പോയി കിട്ടും കേട്ടോ. ഇത് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഈ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഞാനൊന്ന് ലിപ്സിലും കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്സ് ഇങ്ങനെ ഡാർക്കൊക്കെ ആണെച്ചാൽ നമുക്കതിനും ഒരു നല്ലതാണ്. പിന്നെ എല്ലാം മുടിയിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം, പിരികത്തിലും മുടിയിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മുഖം സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മുഖത്തത്തെ ചളിയൊക്കെ പോയി കിട്ടും. ആഴ്ചയിൽ 1-2 തവണ ചെയ്യാം. ട്രാവലൊക്കെ ചെയ്യണ ആൾക്കാരാണ്, ഓഫീസിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്നരാടെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് നല്ലതാവും കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഒരാൾക്കാണിച്ചാൽ 1 സ്പൂൺ തന്നെ അരിപ്പൊടി ഇടണ്ട കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി അധികമായിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നല്ല എല്ലാവടെയും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മുഖം ഒന്നും കൂടി ഡേർട്ടൊക്കെ പോയിട്ട് നല്ല ഭംഗിയാവും കേട്ടോ. രണ്ട് കയ്യിലൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചെയ്യണം. മസാജ് എപ്പോഴും നമ്മൾ മെല്ലെയാണ് കേട്ടോ ചെയ്യാൻ പാടുള്ളൂ. ഞാനിതിപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് സ്പീഡിൽ ഇട്ടിട്ടാണ് എടുത്തിരിക്കണത്. അതുകൊണ്ടാണ് കേട്ടോ അത്ര സ്പീഡ്. ഞാൻ ശരിക്കും മെല്ലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പിലൊക്കെ മസാജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്നും കൂടി ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് ഒന്ന് പാക്ക് ഇട്ട് വെക്കാം മുഖത്ത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. കുറച്ച് മസാജൊക്കെ ചെയ്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ഒരു ബിലോ 30 ഏജൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ആയി തോന്നുമ്പോൾ തന്നെ ഒന്ന് കളഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സ്കിന്ന് ഒന്നും കൂടി വലിയാൻ ചാൻസ് ഉണ്ട് കുറേ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ, വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ഡ്രൈ ആകുമ്പോൾ തന്നെ കഴുകി കളയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സ്കിന്ന് വേഗം ഇങ്ങനെ ലൂസ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതാ ഇത് കഴുകിയിട്ടുണ്ട് കേട്ടോ. അത് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിയിട്ടുണ്ട്. അപ്പോൾ ചുണ്ടൊക്കെ നല്ല കളർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ ലാസ്റ്റ് പാക്കാണ് ഇടാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്യാം കേട്ടോ. കടലമാവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കതൊരു പാക്കായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. മുൾട്ടാണി മീറ്റിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൾട്ടാണി മീറ്റി സ്കിന്നിന് പറ്റാത്തവരാണെന്ന് അത് ഇടണ്ട കേട്ടോ. അതിന് പകരം പാൽ എന്തെങ്കിലും ഇത്തിരി ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ലാസ്റ്റത്തെ പാക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പാക്കും കൂടി അപ്ലൈ ചെയ്യാം. ഈ പാക്ക് മാത്രം ചുണ്ടിലാവണ്ട കേട്ടോ. ബാക്കിയൊക്കെ ചുണ്ടിലായാലും കുഴപ്പമില്ല.
ഇതൊരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ ഫേസിൽ വേറെ ക്രീമൊന്നും തേച്ചിട്ടില്ല കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ എല്ലാ സ്റ്റെപ്പും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ചുണ്ടുമൊക്കെ ഇതാ പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. ചുണ്ടിലാണ് നല്ല മാറ്റം അറിയണത്. അപ്പോൾ ഇതാണ് ഫൈനൽ. കുറച്ചൊരു പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചുണ്ടിലാണ് നന്നായിട്ട് മനസ്സിലാവുന്നത്. കുറച്ചൊക്കെ ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായി